ഞങ്ങൾക്ക് ആ പേരുകൾ എങ്ങനെ ചെയ്യണം ഞങ്ങളുടെ കമ്മിറ്റി കൂടി തീരുമാനിച്ച് പറയും. എനിക്ക് ഒറ്റയ്ക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ ഒറ്റയ്ക്കല്ല. ഫിലിം ചാമ്പർ എൻ്റെ ഫാമിലി ട്രസ്റ്റ് ഒന്നുമല്ല. ഞങ്ങളിവിടെ പ്രമുഖ നേതാക്കന്മാരിപ്പോൾ ഞങ്ങളൊക്കെ ജൂനിയേഴ്സാണ്. ഞങ്ങളൊക്കെ തലവട്ടപ്പന്മാരായിരിക്കുന്നത്. ഞങ്ങൾ ആലോചിക്കും. ജനറൽ ബോഡി കഴിഞ്ഞ് ഞങ്ങൾ ആലോചിക്കും. എന്തായാലും മലയാള സിനിമ ഇങ്ങനെ വഴിയിലിട്ട് തല്ലാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള മാന്യന്മാരൊന്നും മറ്റുള്ളവരൊന്നും മാന്യന്മാരല്ല. അത് മനസ്സിലല്ലേ? ഓരോന്റെ കയ്യില് ചട്ടി നടന്നിട്ട് മറ്റുള്ളവനെ മന്ദാന്ന് വിളിക്കുന്ന പരിപാടി നിർത്തിയത് എല്ലാ മേഖലയും നല്ലതല്ലേ? നിങ്ങൾ വേണേൽ പച്ചയ്ക്കാൻ പറഞ്ഞേക്കാം. നിങ്ങളുടെ മേഖലകളിൽ പല ചാനലുകളിൽ മാറി പറഞ്ഞു പോയതിന്റെ കാരണം എന്താ? ലൈംഗിക പീഡനമല്ലേ? അതെന്താ പറയാത്ത? പച്ചയ്ക്കാൻ പറയും. അതുകൊണ്ട് ഇതൊന്നും പറയണ്ട. ഞങ്ങളുടെ മേഖലയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഞങ്ങൾ കണ്ടുപിടിച്ചാൽ അവരെ വെളിയിലോട്ട് ഞങ്ങൾ ആക്കും. പക്ഷെ കണ്ടുപിടിക്കണം. ഞങ്ങളെങ്ങനെ പേര് വെളിപ്പെടുത്തണേ? ഞങ്ങൾക്ക് അറിയില്ലല്ലോ. നിങ്ങൾ പത്രക്കാർ പറയുന്ന കാര്യമാണല്ലോ ഉണ്ടെന്ന്. അവരെ പറഞ്ഞു വാ. ഞങ്ങൾ കണിയന്മാരാണോ? ദൈവം പറയാൻ പണിയുണ്ടോ ഞങ്ങൾക്ക്? ഏമ കമ്മിറ്റി ദുരൂഹമാണ്. ഏമ കമ്മിറ്റിയിലെ ഈ പറഞ്ഞ പരാതി കൊടുത്തവര് ശരിയായിട്ടുള്ള ആർട്ടിസ്റ്റുകളാണെന്ന് സംശയമുണ്ട് ഞങ്ങൾക്ക്. അതിന് അടൂർ പറഞ്ഞു എന്തോ ഫിലിം ചേംബർ നിലപാടല്ല, എന്റെ സ്വകാര്യ നിലപാടാ. ഞങ്ങൾക്ക് ജനറൽ ബോഡി 2:30 ഞാനിവിടെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് 2:30 ജനറൽ ബോഡി കൊടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. മെമ്പേഴ്സ് പുറത്ത് വെയിറ്റ് ചെയ്യാണ്. വന്നിട്ടുള്ള ആൾക്കാർ ദയവായിട്ട് നിങ്ങൾ ഞങ്ങളുടെ ജനറൽ ബോഡി കഴിഞ്ഞിട്ട് പറയാം. എന്റെ നിലപാടാ. ഹേമ കമ്മിറ്റിയില് എന്റെ നിലപാടാ എനിക്ക് പറയുന്നത്. എന്റെ നിലപാടേ ഉള്ളൂ. മെമ്പേഴ്സ് എല്ലാവരും ഹാളിലേക്ക് വരണം. ജനറൽ ബോഡി തുടങ്ങാറായി. 2:30 ജനറൽ ബോഡി പറഞ്ഞതാണ്. പ്ലീസ് എല്ലാവരും ഹാളിലേക്ക് കയറി വരണം. ചർച്ച നടന്നിട്ടില്ല. ചർച്ച നടന്നതിന് ശേഷം പറയാൻ പറ്റുള്ളൂ. അല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ, ചേംബർ ജനറൽ സെക്രട്ടറി ലാസ്റ്റ് വേർഡ് അല്ല. ഞങ്ങളുടെ കമ്മിറ്റിയുണ്ട്, കൂട്ടുത്തരവാദിത്തമുള്ള കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയുടെ ചർച്ച കഴിച്ച് പറയാം. താങ്ക് യു വെരി മച്ച്. നിങ്ങൾ മാറി തരണം. എന്തോ അല്ല, അത് ഞങ്ങൾ ചർച്ച ചെയ്യും. ഞങ്ങൾക്ക് പല കാര്യം ചർച്ച ചെയ്യാനല്ലേ. ഒരു വർഷത്തിലൊരിക്കലും ജനറൽ ബോഡിയല്ലേ സൂപ്പർ പവർ. എന്തോ അല്ല, അത് ഞങ്ങൾ എന്റെ വിധിയല്ലേ പറഞ്ഞു. എന്റെ വ്യൂ അല്ലേ പറഞ്ഞു. എന്റെ വ്യൂ ആയിരിക്കില്ല ഇദ്ദേഹത്തിന്. ആയിരിക്കോ താജുദ്ദീൻ? എന്റെ ആ വ്യൂ ആയിരിക്കും അല്ലല്ലോ. അപ്പൊ ഞങ്ങളുടെ വ്യൂ അല്ലാതെ കൂടിയിട്ട് ഭൂരിപക്ഷ വ്യൂ ഏതാണ്? അതായിരിക്കും ഞങ്ങളുടെ അഭിപ്രായം.